പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാളെ 1201 കന്നിമാസം 2-ാം തീയതി, അതായത് 2025 സെപ്റ്റംബർ മാസം 18-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ 6:18, അസ്തമയം വൈകിട്ട് 6:21. നാളത്തെ വ്യാഴാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്ന രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ ദിനനക്ഷത്രവും അത്ര ശോഭനമല്ല. നാളെ ആയില്യം നക്ഷത്രമാകുന്നു. ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. പക്ഷേ ശത്രുമാരണത്തിനും ശത്രുവിനെ നശിപ്പിക്കാനും ആഭിചാര കർമ്മങ്ങളും നടത്താൻ ഏറ്റവും നല്ല നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രം. നിഗൂഢമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ ആയില്യം നക്ഷത്രം വളരെ വിശേഷപ്പെട്ട ഒരു നക്ഷത്രമാകുന്നു. നാളെ സുദർശന ഹോമമൊക്കെ കഴിക്കുകയാണെങ്കിൽ, കാരണം നാളെ വ്യാഴാഴ്ചയാണ്, ആയില്യം നക്ഷത്രം വിഷ്ണുവിൻ്റെ അവതാര ദേവനായ ബുധൻ്റെ ദിനവുമാണ്. സുദർശന ഹോമമൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിന് വളരെയധികം ഫലം വരും. അവിടെ ശത്രു നിഗ്രഹണത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ആയില്യം നക്ഷത്രത്തിൽ പൂജകളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആയില്യം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാത്ത നക്ഷത്രമാണ്. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ വിതക്കൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വര. യമൻ, ഭരണി, രുദ്രൻ, തിരുവാതിര, അഹി, ആയില്യം, പൂരം, പൂരാടം, പുരുരുട്ടാതി, തൃക്കേട്ട, ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാകുന്നു. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. ചന്ദ്രൻ അങ്ങേയറ്റം ദുർബലമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഏതാനും ദിവസങ്ങൾക്കകം അമാവാസ്യയും കൂടി വരും. നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് വിഷുക്ഷേത്രത്തിലേക്ക് പോകാം. അപ്രകാരം തന്നെ വളരെ നന്നായി നാഗക്ഷേത്ര ദർശനവും അവിടെ ആയില്യപൂജ സർപ്പബലിയും ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.